എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് അമൻസ് പ്രസന്റ് ഏജ് ഇഫ് ആഫ്റ്റർ 8 years ഹിസ് ഏജ് വിൽ ബി 10 times ഓഫ് ഹിസ് ഏജ് 10 years ബാക്ക്? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നും, ഇതെന്താണ് ഈ പറയുന്നത്, മനസ്സിലാകാതെ തോന്നും. പക്ഷെ വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ, മനസ്സിലാക്കിയാൽ അത്ര എളുപ്പമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? അമ്മന്റെ പ്രസന്റേജ് കണ്ടുപിടിക്കണം. പക്ഷെ ഇതിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 8 years, ഒരു 8 വർഷം കഴിഞ്ഞാൽ ഹിസ് ഏജ് വിൽ ബി 10 times ഹിസ് ഏജ് 10 years ബാക്ക്. ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഏജിന്റെ 10 മടങ്ങായിരിക്കും എന്ത് ഇപ്പോഴുള്ള അല്ല 8 വർഷത്തിന് ശേഷമുള്ള അയാളുടെ ഏജ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ 8 years, 8 വർഷം കഴിഞ്ഞാൽ 10 വർഷത്തിന് മുമ്പുള്ള അയാളുടെ ഏജിന്റെ 10 മടങ്ങായിരിക്കും. അത് മതി, അത് മനസ്സിലാക്കി ആൻസറായി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ പോലെ ചെയ്ത് വെക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട അമ്മന്റെ പ്രസന്റേജ് അല്ലേ? സാധാരണ രീതിയിൽ എന്താണ് വേണ്ടത്? അതിന് നമ്മൾ വേരിയബിൾ എടുക്കുന്നു. പ്രസന്റേജ് ഓഫ് അമ്മൻ നമ്മളൊരു എക്സ് ആയിട്ട് എടുത്തു. അപ്പം പ്രസന്റേജ് ഓഫ് അമ്മൻ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ പറയുന്നത് 10 years ബാക്ക് പറയുന്നുണ്ട്. അപ്പം ബിഫോർ 10 years അമ്മന്റെ ഏജ് എത്രയായിരിക്കും? ഇപ്പോൾ ഉള്ള എത്രയാണോ വയസ്സ് അതിനേക്കാൾ 10 വയസ്സ് കുറവായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 10 വയസ്സ് കുറവായിരിക്കും 10 വർഷത്തിന് മുമ്പ്. അതും ഓക്കെ. ഇനി ആഫ്റ്റർ 8 years കഥ പറയുന്നുണ്ടല്ലോ, എങ്കിൽ ആഫ്റ്റർ 8 years എന്ത് സംഭവിക്കായിരിക്കും അമ്മന്? ഇപ്പം എത്ര വയസ്സുണ്ട് അതിനേക്കാൾ 8 വയസ്സ് കൂടും. ഈ 3 കാര്യം എഴുതി മനസ്സിലായോ? ഇപ്പൊ എക്സ് വയസ്സുണ്ടെങ്കിൽ 10 വർഷത്തിന് മുമ്പ് ഇതിനേക്കാൾ 10 വയസ്സ് കുറവായിരിക്കും, 8 വർഷത്തിന് ശേഷം ഇതിനേക്കാൾ 8 വയസ്സ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഇക്വേഷനാക്കി മാറ്റുന്നു. എന്താ പറയുന്നത്? ആഫ്റ്റർ 8 years, ആഫ്റ്റർ 8 years അയാൾക്ക് എത്ര വയസ്സുണ്ട്? എക്സ് പ്ലസ് 8 വയസ്സുണ്ട്. ആഫ്റ്റർ 8 years എക്സ് പ്ലസ് 8 വയസ്സുണ്ട്. ആഫ്റ്റർ 8 years ഹിസ് ഏജ് വിൽ ബി, ആഫ്റ്റർ 8 years അയാൾക്ക് എത്ര വയസ്സുണ്ടാകും? ഹിസ് ഏജ് വിൽ ബി 10 times ഹിസ് ഏജ് 10 years ബാക്ക്. 10 years ബാക്കിലുള്ള ഏജിന്റെ 10 years ബാക്കിൽ അയാൾക്ക് എത്ര വയസ്സുണ്ടാവും? എക്സ് മൈനസ് 10 ഉണ്ടാവും. ആ ഏജിന്റെ 10 times ആയിരിക്കും എന്ത്? ആഫ്റ്റർ 8 years അയാളുടെ ഏജ്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത ആൻസറായി. അത്ര എളുപ്പമാണ്. നോക്കാം എത്ര കിട്ടുന്നു. എക്സ് പ്ലസ് 8 ഈസ് ഈക്വൽ ടു 10x മൈനസ് 100 എന്ന് കിട്ടും. സോൾവ് ചെയ്താൽ പോരെ? 10x മൈനസ് എക്സ് എത്ര കിട്ടും? 9x ഈസ് ഈക്വൽ ടു 8. ഈ മൈനസ് 100 ഇപ്പുറത്തേക്ക് വരണം. മൈനസ് 100 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ? പ്ലസ് 100 ആവും. 8 പ്ലസ് 100 നോട്ട് 8 എന്ന് കിട്ടും. 9x ഈസ് ഈക്വൽ 108 എങ്കിൽ എക്സിന്റെ എത്ര ആയിരിക്കും? 108/9 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. നിങ്ങൾക്ക് അല്ലെങ്കിൽ 10/9 1 ടൈംസ് വീണ്ടും എത്ര ഉണ്ട്? 18 കിട്ടും. 18/9 2 ടൈംസ് നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ 10 times 9 90 കിട്ടും. 90 പ്ലസ് 18 108. ഏത് രീതി ചെയ്താലും നമുക്ക് എക്സിനായിട്ട് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12 നമ്മുടെ ആൻസർ. അയാളുടെ പ്രസന്റേജ് അല്ലേ വേണ്ടത്? അമ്മന്റെ പ്രസന്റേജ് എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം അത് ശരിയാണോ. ഒരു 10 വർഷത്തിന് മുമ്പ് അമ്മന് എത്ര വയസ്സുണ്ടാവും? 2 വയസ്സുണ്ടാവും. ആഫ്റ്റർ 8 years അല്ല, ആഫ്റ്റർ അല്ല, ബിഫോർ 10 years അയാൾക്ക് എത്ര വയസ്സുണ്ടാവും? 2 years ഉണ്ടാവും. ഇനി ആഫ്റ്റർ 8 years ആഫ്റ്റർ 8 years എത്രയായിരിക്കും? 12 പ്ലസ് 8 20 ആയിരിക്കും. നോക്കിയേ, ഇതിനെ 10 times അല്ലേ? 2ന്റെ 10 times അല്ലേ 20? അപ്പം 10 വർഷത്തിന് മുമ്പുള്ള അയാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ 8 വർഷത്തിന് ശേഷമുള്ള ഏജിന്റെ 10 times ആയിരിക്കും. കാര്യമെല്ലാം കറക്റ്റ് ആവുന്നില്ലേ? അപ്പം അങ്ങനെ നോക്കിയൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്ര എളുപ്പമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ വലിയ സംഭവം തോന്നുമെങ്കിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ രീതിയിൽ ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും. ഇത്ര ഇക്വേഷൻ പോലും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇക്വേഷനാക്കി തന്നേ ഉള്ളൂ. നമുക്ക് വേറെ 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? ദ സം ഓഫ് ഏജ് ഓഫ് 5 children born at the interval of 3 years each is 50 years. What is the age of the youngest child? നോക്കാം എന്തായിരിക്കും. നോക്കിയേ, ഒരു 5 ചിൽഡ്രൻ ഉണ്ടായിരുന്നു, 5 കുട്ടികളുണ്ടായിരുന്നു. ആ 5 കുട്ടികളും ജനിച്ചത് 3 വയസ്സിന്റെ ഇന്റർവെല്ലിലായിരുന്നു. പക്ഷെ അവരുടെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 50 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയാണ് കണ്ടുപിടിക്കണം. ഇതൊരു ഏജ് ക്വസ്റ്റ്യൻ അല്ല, ഏജ് വന്നതേ ഉള്ളൂ. ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു ആവറേജ് പോലത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അല്ലെങ്കിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചാൽ അതിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് നമ്മൾ എടുക്കുന്നു. ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡിൽ വേണ്ടുന്നത്, ഞാനതുകൊണ്ട് യങ്ങസ്റ്റ് ചൈൽഡിന് ഒരു എക്സ് വയസ്സായിട്ട് വിചാരിച്ചു. അതായത് ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡിന് എക്സ് ആണ് എങ്കിൽ അതിനുശേഷമുള്ള ചൈൽഡിന്റെ വയസ്സ് എത്രയായിരിക്കും? ഒരു എക്സ് പ്ലസ് 3 ആയിരിക്കും. ഏറ്റവും യങ്ങർ എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 3 വയസ്സ് കൂടുതലായിരിക്കും അയാൾ തൊട്ട് മുകളിലുള്ള ആൾ. അയാളെക്കാൾ 3 വയസ്സ് കൂടുതലായിരിക്കും എന്ത്? അതിനുശേഷമുള്ളയാൾ. അങ്ങനെ ഓരോരുടെയും ഏജിന് ഡിഫറൻസ് എത്രയായിരിക്കും? എക്സ് വയസ്സല്ലേ. അപ്പം ഞാൻ നോക്കുന്നു, ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡിന് എക്സ് ആയിരുന്നു, അതിനുശേഷമുള്ള ആൾക്ക് എക്സ് പ്ലസ് 3 ആയിരുന്നു, അതിനുശേഷമുള്ള ആൾക്ക് അതിനേക്കാൾ ഒരു 3 വയസ്സ് കൂടി ഡിഫറൻസ്, എക്സ് പ്ലസ് 6 ആയി, എക്സ് പ്ലസ് 9 ആയി. ഇതിനൊക്കെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ.
എളുപ്പത്തിൽ ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇക്വേഷൻ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇനി അത് ഇപ്പം എത്ര പേരായി? 1 2 3 4. ഇനി ഒരാളും കൂടി വേണ്ടേ? x + 12 ആയി. ഇങ്ങനെ ഈ 5 പേരുടെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്നാ പറഞ്ഞിരുന്നത്? 50 ആണെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇത്രയും ആൾക്കാരുടെ ഏജിന്റെ സം എത്രയായിരുന്നു? 50 ആയിരുന്നു. എങ്കിൽ ഇവരുടെ സമ്മ് 50 ആണെങ്കിൽ യങ്ങസ്റ്റ് ഏജ് കണ്ടുപിടിക്കാല്ലേ? ഒരു ഇക്വേഷൻ ഒരു വേരിയബിൾ വേഗത്തിൽ കിട്ടും. നമുക്ക് നോക്കുന്നു, ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 5x + 3 + 6 9 18 18 + 12 30 30 = 50 എന്ന് കിട്ടി. ഇനി നമുക്ക് എത്ര കിട്ടും? 5x + 30 50 എന്ന് കിട്ടി. എങ്കിൽ 5x വാല്യൂ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. എക്സിന് വാല്യൂ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് എത്രയായിരിക്കും? യങ്ങസ്റ്റ് ചൈൽഡിന് എത്ര വയസ്സുണ്ടാവും? 4 years ഉണ്ടാവും. ഇത് ഇങ്ങനെ ഇക്വേഷൻ വെച്ചും ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനായിട്ട് വിചാരിച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ടൈം എത്രയായിരിക്കും? നമ്മൾ ഫസ്റ്റ് ടൈം എത്രയായിട്ട് വിചാരിച്ചു? എക്സ് ആയിട്ട് വിചാരിച്ചു. നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിയാം? ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന എല്ലാവർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല. സം ഓഫ് n വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു n ടൈമിന്റെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ n ടൈമിന്റെ സം കണ്ടുപിടിക്കണം. എത്രയായിരുന്നു സമ്മ്? സമ്മിന്റെ ഇക്വേഷൻ Sn = n/2 × 2a + n - 1 × d. ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നറിയാം, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇതിപ്പോൾ 5 നമ്പർ അല്ല, ഒരു 10 പേര് 20 പേര് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ഈസി ആയിട്ട് കിട്ടും. എന്താണെന്ന് നോക്കാം. n മീൻസ് നമ്പർ ഓഫ് ടൈംസ്. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? 5 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്രയായിരുന്നു? 5 5/2 × 2 × a മീൻസ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം നമ്മളിവിടെ എത്ര എടുത്തത്? എക്സ് അല്ലേ? അപ്പോൾ 2 × x + n - എത്ര ടൈം ഉണ്ടോ അതിനേക്കാൾ ഒന്ന് കുറവ്. 5 ടൈം ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഒന്ന് പറഞ്ഞാൽ 4 × d. d മീൻസ് കോമൺ ഡിഫറൻസ്. എവിടുത്തെ എല്ലായിടത്തും കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? ഒരു 3 ഇന്റർവൽ അല്ലേ? 4 × 3 ആൻസറായി. സോൾവ് ചെയ്താൽ മതി. എത്ര കിട്ടും നോക്കിയേ? Sn സം എത്രയായി? നമുക്ക് 50 അല്ലേ? സോൾവ് ചെയ്ത് എത്ര കിട്ടും നോക്കാം. 5/2 ഇവിടെ 2x 4 × 3. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ഉം 2ഉം 4ഉം കട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നോക്കാം. 5/2 × അടിയിൽ എത്രയായിരുന്നു? 2x + 12 എന്ന് കിട്ടും അല്ലേ? ഇത് ഞാൻ നോക്കി, ഈ 2ഉം ഇവിടുന്ന് എല്ലാം 2 കോമൺ എടുക്കുന്നു. ഈ 2ഉം ഈ 12ന്റെ 2 കോമൺ എടുത്ത ബാക്കി എത്രയായിരിക്കും? 6ഉം. മനസ്സിലായോ? ഇവിടുന്ന് രണ്ടിടത്തും 2 കോമൺ എടുത്ത് പുറത്തേക്കാക്കി ആ 2ഉം ഡിനോമിനേറ്റർ 2ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എത്ര? x + 6 എന്ന് കിട്ടി. എങ്കിൽ ഈ ഇക്വേഷൻ എത്രയായിരിക്കും? 50 = 5 × ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാണ്. 5 × x + 6 എന്ന് കിട്ടി. എങ്ങനെയാ? 2x + 12/2 ഒരു /2 ഉണ്ടായിരുന്നു. ആ /2 ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ പ്ലസ് സൈൻ അല്ലേ? അപ്പോൾ കോമൺ ആയിട്ട് എടുത്ത് പുറത്തിട്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെട്ടിക്കളയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ 2നെ എടുത്ത് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താലും മതി. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഞാൻ മൾട്ടിപ്പിൾ ചെയ്തും കാണിച്ചു തരാം. അപ്പോൾ ഇത് സോൾവ് എത്ര കിട്ടും? 5x + 60 എന്ന് കിട്ടും. അല്ല 30 എന്ന് കിട്ടും. 5x + 30 എന്ന് കിട്ടി. എത്രയാ? 50 അല്ലേ? അപ്പോൾ 5x = എത്ര കിട്ടി? 20 എന്ന് കിട്ടി. എക്സിൻ്റെ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇതേ 4 തന്നെയാണ് നമുക്ക് നേരത്തെ ആൻസർ കിട്ടി, മുമ്പ് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. നമുക്ക് എക്സ് എങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് യങ്ങസ്റ്റ് മെമ്പർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇവിടെ സോൾവ് ചെയ്തപ്പോൾ 4 എന്നല്ലേ കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് അവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആ /2 ചെയ്യുന്ന കാര്യം ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോകണമല്ലോ. അയ്യോ നോക്കാം എന്തായിരുന്നു ഇതിനകത്ത്. ഇവിടെ നോക്കിയേ, ഇതേ ഇക്വേഷൻ ഞാൻ ഈ /2 ഇവിടെ ക്യാൻസൽ ചെയ്ത് ഇവിടേക്ക് മൾട്ടിപ്പിൾ ചെയ്തു. ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാമല്ലോ. 50 × 2 എത്ര കിട്ടി? 100 എന്ന് കിട്ടി. 100 = ഇനി റൈറ്റ് സൈഡ് അതിനൊക്കെ ചെയ്യുന്നു. 2x 5 × 2x + 3 × 2 12 കിട്ടി. സോൾവ് ചെയ്യാം. 5 × 2 10x + 5 × 12 60 എന്ന് കിട്ടി. അപ്പം 100 = 10x + 60. അപ്പോൾ 10x = 40 എന്ന് കിട്ടി. x = 4 എന്ന് കിട്ടി. അതിപ്പോൾ എങ്ങനെ സോൾവ് ചെയ്താലും മതി. ഇപ്പം നിങ്ങൾക്ക് ഈ /2 ഇവിടെ കോമൺ എടുത്ത് വെട്ടിക്കളയാൻ അറിയില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താലും മതി എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അതാണ് എളുപ്പമെങ്കിൽ ഇതിൽ ഏത് മെത്തഡാണ് എളുപ്പമെങ്കിൽ ആ മെത്തഡ് ചെയ്താലും മതി, എളുപ്പത്തിൽ കിട്ടും. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? ഫാദർ ഈസ് 4 times the age of his daughter. If after 5 years he would be 3 times of his daughter's age, then further after 5 years how many times he would be of his daughter's age? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് 2, 3, 4 രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ 1, 2 മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. എളുപ്പമുള്ള വഴികളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്ന ആ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ ആദ്യം ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ
പ്രസന്റേജ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുക, പ്രസന്റേജ് ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും അത് പ്രസന്റേജ് ആണെന്ന്. ഇവിടെ പറയുന്നത് ഫാദർ ഈസ് 4 times ഏജ് ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ ആ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, പ്രസന്റേജ് ആയിട്ട് എടുക്കുന്നു. എങ്കിൽ ഈ പ്രസന്റേജ് ഓഫ് ഫാദറിനെ നമ്മൾ എന്തെങ്കിലും വേരിയബിൾ വിളിക്കണമല്ലോ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഫാദറിന് ഒരു എഫ് വയസ്സുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സ് വൈ എന്തിട്ടാലും മതി. പ്രസന്റേജ് ഫാദർ ഞാൻ എഫ് ആയിട്ട് ഇട്ടു, പ്രസന്റേജ് ഓഫ് ഡോട്ടർ ഞാനൊരു ഡി ആയിട്ട് ഇട്ടു. അപ്പോൾ ഇപ്പം ഫാദറിന് എത്ര വയസ്സുണ്ട്, എഫ് വയസ്സുണ്ട്. ഇപ്പം ഡോട്ടറിന് എത്ര വയസ്സുണ്ട്, ഡി വയസ്സുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പറയുന്നു ഫാദർ ഈസ് 4 times ദി ഏജ് ഓഫ് ഹിസ് ഡോട്ടർ. എന്ന് വെച്ചാൽ എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു 4D ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഡോട്ടറിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 times ആയിരിക്കും ആരുടെ വയസ്സ്, ഫാദറിന്റെ വയസ്സ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇഫ് ആഫ്റ്റർ 5 years, ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ അപ്പൊ ഫാദറിന് എത്ര വയസ്സാവും. ഇപ്പൊ ഫാദറിന് എഫ് വയസ്സുണ്ട് എങ്കിൽ ആഫ്റ്റർ 5 years, ആഫ്റ്റർ 5 years എന്ത് സംഭവിക്കും, എഫ് പ്ലസ് 5 ആവും. ഇപ്പൊ എത്ര വയസ്സുണ്ട്, 50 ഉണ്ടെങ്കിൽ 5ന്റെ കൂടെ 5 വയസ്സ് കൂടെ കൂടി ഫാദറിന്റെ എത്രയും എഫ് പ്ലസ് 5 ആയി. ആഫ്റ്റർ 5 years ഹി വുഡ് ബി 3 times ഓഫ് ഹിസ് ഡോട്ടേഴ്സ് ഏജ്. അപ്പൊ ആഫ്റ്റർ 5 years ആണെങ്കിൽ ഫാദർ എത്രയും എഫ് പ്ലസ് 5 ആവും. അതുപോലെ ഡോട്ടർ എത്രയാവും, ഇപ്പൊ ഡോട്ടറിന് എത്ര വയസ്സുണ്ട്, ഇപ്പം ഡോട്ടറിന് ഡി വയസ്സുണ്ട്. അപ്പം 5 വർഷം കഴിഞ്ഞാൽ ഡോട്ടറിന് എത്ര വയസ്സ് കൂടും, ഒരു 5 വയസ്സ് കൂടും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ഇപ്പൊ ഫാദറിന് എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 5 വയസ്സ് ഫാദറിന് ഇപ്പൊ കൂടും. ഡോട്ടറിന് ഇപ്പൊ എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 5 വയസ്സ് ആർക്ക് കൂടും, ഡോട്ടറിന് കൂടും. അങ്ങനെ 5 വർഷം കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ഹി വുഡ് ബി 3 times ഓഫ് ഹിസ് ഡോട്ടർ. അപ്പോൾ ഉള്ള ഡോട്ടറിന്റെ ഏജിന്റെ എത്ര വയസ്സായിരിക്കും, എത്ര ടൈംസ് ആയിരിക്കും, ഒരു 3 times ആയിരിക്കും ഫാദർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഈ ഒരു സോൾവ് ചെയ്ത കാര്യം മനസ്സിലായ. അപ്പോൾ ഇതിന് ഞാൻ ഒരു 2 ഇക്വേഷൻ ആയിട്ട് മാറ്റി, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്താൽ മതി. നമുക്ക് 2 വേരിയബിൾ 2 ഇക്വേഷൻ ആണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും എഫ് ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, 4D കൊടുത്താൽ മതി, ഡോട്ടറിന്റെ ഏജ് കിട്ടും. ഈ എഫിന് വരെ ഞാൻ 4D കൊടുക്കുന്നു. 4D പ്ലസ് 5 ഈസ് ഈക്വൽ ടു 3D പ്ലസ് 15 കിട്ടി. സോൾവ് ചെയ്താൽ മനസ്സിലായല്ലോ. നോക്കാം, 4D മൈനസ് 3D, D ഈസ് ഈക്വൽ ടു 15 മൈനസ് 5, 10 കിട്ടി. അപ്പം പ്രസന്റേജ് ഓഫ് ഡോട്ടർ എത്ര കിട്ടി, 10 എന്ന് കിട്ടി. പ്രസന്റേജ് ഓഫ് ഡോട്ടർ 10 ആണെങ്കിൽ, പ്രസന്റേജ് ഓഫ് ഡോട്ടർ 10 ആണെങ്കിൽ, പ്രസന്റേജ് ഓഫ് ഡോട്ടർ 10 ആണെങ്കിൽ പ്രസന്റേജ് ഓഫ് ഫാദർ എത്രയായിരിക്കും, എത്രയാണ് ഡോട്ടറിന്റെ ഏജ് അതിന്റെ 4 times ആയിരുന്നു ഫാദർ എത്രയായിരിക്കും, 40 ആയിരിക്കും. എഴുതി കിട്ടിയ മനസ്സിലായ. നമുക്കിപ്പോൾ ആൻസർ കിട്ടിയ എന്തായിരുന്നു, പ്രസന്റേജ് ഓഫ് ഡോട്ടറും കിട്ടി, പ്രസന്റേജ് ഓഫ് ഫാദറും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ദെൻ ഫർദർ ആഫ്റ്റർ 5 years. ഫർദർ ആഫ്റ്റർ 5 years മീൻസ് ആൾറെഡി 5 yearsന്റെ കഥ പറയുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ അപ്പോൾ പ്രസന്റേജിനേക്കാൾ എത്ര കൂടണം, ഒരു 10 വയസ്സ് വീതം കൂടണം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യം പ്രസന്റേജിന്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് 5 വർഷം കൂടി കഴിഞ്ഞ കാര്യം പറഞ്ഞു, എന്നിട്ട് വീണ്ടും പറയാം ഇനിയും ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ അവരുടെ ഏജുകൾ തമ്മിലുള്ള റേഷ്യോ എത്ര. അപ്പോൾ ആക്ച്വലി പ്രസന്റേജിന് എത്ര കൂട്ടണം, ഓരോ 10 വർഷം വീതം കൂട്ടണം. കാരണം ആൾറെഡി 10 വയസ്സ് കൂടിയ കഥ പറയുന്നുണ്ട്, വീണ്ടും ആൾറെഡി 5 വയസ്സ് കൂടുന്ന കഥ പറയുന്നുണ്ട്, വീണ്ടും ഒരു 5 വയസ്സ് കൂടി കൂടുന്ന കഥ പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടോട് കൂടുമ്പോൾ എത്ര വയസ്സ് കൂടണം, 2 പേരുടെയും പ്രസന്റേജിനേക്കാൾ ഒരു 10 വയസ്സ് കൂടണം. എങ്കിൽ അപ്പോഴവർക്ക് എത്ര വയസ്സാവും, ഫാദറിന് 50 വയസ്സാവും, സണ്ണിന് 20 വയസ്സാവും. എങ്കിൽ അപ്പോഴുള്ള ഫാദറും സണ്ണും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ ആണ് വേണ്ടത്. അവരുടെ ഏജ് അല്ല വേണ്ട, അവരുടെ ഏജിന്റെ റേഷ്യോ. ഫാദർ ഈസ് സൺ എത്ര കിട്ടും, 50:20. അയ്യോ, റേഷ്യോ അല്ല വേണ്ട, ഫാദറും ഡോട്ടറും തമ്മിലുള്ള എത്ര ടൈംസ് ആണെന്നാണ് വേണ്ടത്. അപ്പൊ എത്ര ടൈംസ് ആണെന്ന് നോക്കാം. 15:20 അല്ലേ, നോക്കിയേ. ഹൗ മെനി ടൈംസ് ഓഫ് ഫാദർ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. എങ്കിൽ ഒരു 20 ആഫ്റ്റർ 10 years ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഡോട്ടറിന്റെ ഏജിൽ എത്ര ടൈംസ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഡോട്ടറിന്റെ എത്ര ടൈംസ് വന്നാൽ ഫാദർ ആകും. നമുക്കറിയാം ഡോട്ടറിന്റെ ഏജ് 20 ആണെന്ന്, ഫാദറിന്റെ ഏജ് 50 ആണെന്ന്. എങ്കിൽ 20ന്റെ കൂടെ എത്ര ടൈംസ്, 20ന്റെ എത്ര ടൈംസ് ആയിരിക്കും 50. 20ന്റെ 2.5 ടൈംസ് അല്ലേ 50 എന്ന് പറയുന്നത്. 20 × 2 40, 20 × 0.5 10. 20ന്റെ ഒരു 2.5 ടൈംസ് ആയിരിക്കും എന്ത്, ഈ പറയുന്ന ഫാദറിന്റെ ഏജ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും, ഒരു 2.5 ടൈംസ് ആൻസർ കിട്ടും. അതല്ലെങ്കിൽ 50/20 ചെയ്താൽ മതി. നമുക്ക് എത്ര ടൈംസ് എന്നല്ലേ വേണ്ടത്, 50/20 ചെയ്യാം. 0/5/2 നമുക്ക് എത്ര കിട്ടും, 2.5 എന്ന് കിട്ടും. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും, ഈ പറയുന്ന ഡോട്ടറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഡോട്ടറിന്റെ ഏജ് എത്ര ടൈംസ് ആയിരിക്കും, ഒരു 2.5 ടൈംസ് ആയിരിക്കും. പ്രസന്റ് ഏജിൽ ഒരു 4 ടൈംസ് ആയിരുന്നു, 5 വർഷം കഴിഞ്ഞപ്പോൾ അതൊരു 3 ടൈംസ് ആയി. ഇനി 10 വർഷം കഴിഞ്ഞാൽ അതൊരു 2.5 ടൈംസ് ആവും. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതല്ലാതെ ഇതുപോലെ തന്നെ വേറൊരു ചെറിയ മെത്തേഡ് ഉണ്ട്, അതും പറഞ്ഞു തരാം. ഇത്രയും ലെങ്തി അല്ല. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 2 വേരിയബിൾ കൊടുത്തില്ലേ, ഇതിന് പകരം ഒരു വേരിയബിൾ കൊടുത്താലും മതി, ആൻസർ കിട്ടും. അതായത് നമ്മൾ വിചാരിക്കുന്നു ഡോട്ടറിന്റെ ഏജ് ഒരു എക്സ് ആയിട്ട് വിചാരിച്ചു. സ്വാഭാവികമായിട്ടും ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും, അതിന്റെ 4 ടൈംസ് 4x.
ഇത് പ്രസൻറ്റേജിൻ്റെ അതല്ലേ പറയുന്നത്. പ്രസൻറ്റേജ് ഓഫ് ഡോട്ടർ എക്സാക്ട് വിചാരിച്ചാൽ പ്രസൻറ്റേജ് ഫാദർ എത്രയാവും? ഒരു 4x ആവും. അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും പറയുന്നത് ആഫ്റ്റർ 5 ഇയേഴ്സ് ഡോട്ടറിന് എന്ത് സംഭവിക്കും? x+5 ആകും. ഫാദറിന് എന്ത് സംഭവിക്കും? ഒരു 4x+5 ആകും. അപ്പോൾ അവരുടെ ഏതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ x+5ന്റെ 3 ടൈംസ് ആയിരിക്കും ഈ 4x+5. അതായത് ഡോട്ടറിന്റെ ഏജിന്റെ 3 ടൈംസ് ആയിരിക്കും അപ്പോഴുള്ള ഫാദർ. ഇത് ഡോട്ടർ അല്ലേ, ഇത് ഫാദർ അല്ലേ? അപ്പോൾ 5 വർഷത്തിന് ശേഷം ആഫ്റ്റർ 5 ഇയേഴ്സ് ഡോട്ടറിന്റെ ഏജ് എത്ര? x+5 ആവും. ഫാദറിന്റെ ഏജ് 4x ആയിരുന്നു, അതിന്റെ കൂടെ 5 വയസ്സ് കൂടെ കൂടും. അങ്ങനെയുള്ള ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള ഡോട്ടറിന്റെ ഏജിന്റെ 3 ടൈംസ് ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോൾവ് ചെയ്താൽ മതി. ഒറ്റ വേരിയബിളിലോ വേഗം സോൾവ് ചെയ്യാം. 3x+15 is equal to 4x+5. 4x 3x അപ്പുറത്തേക്ക് പോകുന്നു. x is equal to 15 minus 10 കിട്ടും. എക്സിന്റെ കാര്യം നമുക്ക് ഒറ്റ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. നേരത്തെ 2 വേരിയബിൾ ഉണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒറ്റ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് കിട്ടും? x 10 എന്ന് കിട്ടി. x എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഡോട്ടറിന്റെ ഏജ് ആണ് 10. അപ്പോൾ ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? 40 എന്ന് കിട്ടും. പ്രസന്റ് അല്ലേ പറയുന്നത്? നേരത്തെ പോലെ തന്നെ, ബാക്കിയുള്ള സ്റ്റെപ്പ് എല്ലാം നേരത്തെ പോലെ സെയിം. അതായത് ആഫ്റ്റർ ഫർദർ 2 ടൈംസ് 5 ഇയേഴ്സ് ആഫ്റ്റർ. അപ്പോൾ എത്ര കിട്ടും? ഫാദറിന്റെ ഏജ് 40 + 10 എത്രയാവും? 50 ആകും. ഡോട്ടറിന്റെ ഏജ് എത്രയാവും? 10 + 10 20 ആവും. ഇനി ഡോട്ടറിന്റെ എത്ര ടൈംസ് ആണ് ഫാദർ എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. എത്ര ടൈംസ് എന്നറിയാൻ ഫാദർ ബൈ ഡോട്ടർ ചെയ്താൽ മതി. 50/20 50/20 നമുക്ക് എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. ഡോട്ടറിന്റെ എത്ര ടൈംസ് ആയിരിക്കും? 2.5 ടൈംസ് ആയിരിക്കും ഫാദർ. അതായത് ഡോട്ടറിന് ഇപ്പോൾ 20 ഏജ് അല്ലേ, അത് ഇൻറ്റു 2.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാദറിന്റെ ഏജ് കിട്ടും. അതാണ് ആൻസർ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2.5 ആയിരിക്കും ആൻസർ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഇനി ഇതല്ലാണ്ട് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ 2 മെത്തേഡ് പറയുന്നുള്ളതേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? അബി ഈസ് ഏജ്ഡ് 3 ടൈംസ് മോർ ദാൻ ഹിസ് ബ്രദർ റോണിത്. ആഫ്റ്റർ 8 ഇയേഴ്സ് ഹി വുഡ് ബി 2 ടൈംസ് ഓഫ് റോണിത് ഏജ്. ആഫ്റ്റർ ഫർദർ 8 ഇയേഴ്സ് ഹൗ മെനി ടൈംസ് വുഡ് ബി റോണിത്സ് ഏജ്? ഇത് ചെയ്യുന്നൊരു എളുപ്പ വഴി ഇക്വേഷനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റേഷ്യോ എടുപ്പിച്ചപ്പോൾ തന്നെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. നോക്കിയേ, അബി ഏജ്ഡ് 3 ടൈംസ് മോർ ദാൻ ഹിസ് ബ്രദർ റോണിത് എന്നല്ലേ പറയുന്നത്. അതായത് അബി എന്ന് പറയുന്നത് ആളുടെ ബ്രദർ റോണിത്തിനേക്കാൾ ഒരു 3 ടൈംസ് അധികം ഏജ് അധികമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ ചോദ്യം. അബിയുടെ ഏജ് ഞാനിവിടെ എന്തായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്നില്ല, എളുപ്പവഴി പറഞ്ഞുതരാം. നോക്കിയേ, എളുപ്പവഴി നിങ്ങൾക്ക് മനസ്സിലായോ? 2 കാലഘട്ടം തന്നിട്ടുണ്ട്. 2 കാലഘട്ടത്തിലും അവരുടെ ഏജിന്റെ ഓരോ എത്ര ടൈംസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് ABCD എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്തിരുന്നില്ലേ, ആ ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് തെറ്റും ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അബി ഈസ് ഏജ്ഡ് 3 ടൈംസ് മോർ ദാൻ ഹിസ് ബ്രദർ റോണിത് എന്നല്ലേ. അപ്പൊ റോണിത്തിന് എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ ഒരു 3 ടൈംസ് അധികമാണ് ആരുടെ ഏജ്? അബിയുടെ ഏജ്. എങ്കിൽ അബിയുടെ ഏജ് റോണിത്തിന്റെ ഏജ് റേഷ്യോ ഓഫ് അബി ഈസ് ടു റോണിത് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം. പെർസെന്റേജ് ഓഫ് അബിയും റോണിത്. പെർസെന്റേജ് ഓഫ് അബി എത്രയായിട്ട് എടുക്കണം നോക്കിയാൽ, അബീസ് ഏജ് ഇസ് 3 ടൈംസ് മോർ ദാൻ ഹിസ് ബ്രദർ റോണിത്. റോണിത്തിന്റെ റേഷ്യോ 1 ആണെങ്കിൽ അബിന്റെ റേഷ്യോ എത്രയായിരിക്കും? 3 ആയിരിക്കും. റോണിത്തിന് എത്രയുണ്ടോ അതിന്റെ 3 ടൈംസ് അധികമാണ് ആർക്ക്? അബിയുടെ ഏജ്. ഇനി പറയുന്നു ആഫ്റ്റർ 8 ഇയേഴ്സ്, ഒരു 8 വർഷം കഴിഞ്ഞാൽ, നമുക്കിതൊക്കെ അറിയാന്നുള്ളതുകൊണ്ടാണ് ABCDX ഒക്കെ ഞാൻ ഇങ്ങനെ വേഗം എഴുതുന്നത്. ആഫ്റ്റർ 8 ഇയേഴ്സ് ഹി വുഡ് ബി 2 ടൈംസ് ഓഫ് റോണിക്സ് ഏജ്. ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ റോണിത്തിന്റെ ഏജിന്റെ 2 ടൈംസ് ആയിരിക്കും അബിയുടെ ഏജ്. ഈ ഇക്വേഷൻ എഴുതിയ മനസ്സിലായല്ലോ. ABCDX എല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര കിട്ടും? പെർസെൻറ്റേജ് ഓഫ് ആരുടെ വേണ്ടുന്നത്? റോണിത്തിന്റെ ഏജ് വേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് റോണിത്ത് നമുക്ക് കിട്ടും. ഇത് പെർസെൻറ്റേജ് ആണ് മുകളിൽ എഴുതിയത് കൊണ്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റോണിത്തെ കിട്ടുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് റോണിത്ത് എത്ര കിട്ടും നോക്കിയേ. C - D 1, AD - BC 1 into X 8 into B 1 എത്ര കിട്ടും? പെർസെൻറ്റേജ് ഓഫ് റോണിത്ത് എത്ര കിട്ടും? 8 ഇയേഴ്സ് കിട്ടും. പക്ഷെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആദ്യം ഒരു ആഫ്റ്റർ 8 ഇയേഴ്സ്, അപ്പോൾ ഒരു 8 വർഷം കൂടി കഴിഞ്ഞു. ഇനി ഫർദർ ആഫ്റ്റർ 8 ഇയേഴ്സ്, വീണ്ടും ഒരു 8 വർഷം കൂടി കഴിയുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 ഇയേഴ്സിന് കിട്ടും. തെറ്റിപ്പോരുത്. പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് പ്ലസ് ഒരു 8 മാത്രം ചെയ്ത് ആൻസർ കണ്ടുപിടിക്കരുത്. കാരണം എന്താ, ഒരു ആദ്യം പറഞ്ഞ പെർസെൻറ്റേജിൽ നിന്നും ആദ്യം ഒരു 8 വർഷം കഴിഞ്ഞ കഥ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആൻസർ വേണ്ടത് വീണ്ടും ഫർദർ 8 ഇയേഴ്സ് ആഫ്റ്റർ എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു 8 വർഷം കൂടി കഴിഞ്ഞാൽ അയാൾക്ക് എത്ര വയസ്സെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണം. ഇതല്ലെങ്കിൽ നമ്മൾ നോക്കിയേ, ആഫ്റ്റർ 8 ഇയേഴ്സ് ഉള്ള അവരുടെ റേഷ്യോ എത്രയായിരുന്നു? 2:1 ആയിരുന്നു. 2:1 ആയിരുന്നു. ഇനി പെർസെൻറ്റേജ് എത്രയായിരുന്നു? 3:1 ആയിരുന്നു. അവർ ആ 2 ഏജുകൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയായിരുന്നു? 8 ആയിരുന്നു. ഇത് സോൾവ് ചെയ്താൽ ഈ പറയുന്ന റോണിത്തിന്റെ ഏജ് എന്ന് പറയുന്നത്
നമുക്കിവിടെ കിട്ടില്ലേ? ആ കിട്ടുന്ന എത്രയായിരിക്കും? ഒരു 8 വർഷത്തിന് ശേഷമുള്ളതായിരിക്കും. സോൾവ് ചെയ്യാം. സി മൈനസ് ഡി 3 മൈനസ് 1 2 കിട്ടി. എ ഡി മൈനസ് ബി സി 1 കിട്ടി. ഇൻറ്റു എക്സ് 8 കിട്ടി. ഇൻറ്റു റോണിത്തിന്റെ റേഷ്യോ 1 കിട്ടി. അപ്പോൾ റോണിത്തിന്റെ 8 ഇൻറ്റു 2 16 കിട്ടി. അപ്പോൾ റോണിത്തിന്റെ ഏജ് നമുക്ക് കിട്ടി 16. നോക്കിയേ, ഈ 16 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ആഫ്റ്റർ 8 ഇയേഴ്സ്, മുകളിൽ കിടക്കുന്ന എന്താണ് ആ കാലഘട്ടം? ആ കാലഘട്ടത്തിലെ വാല്യം കിട്ടുന്നത്. അപ്പം 8 വർഷത്തിന് ശേഷം റോണിത്തിന് എത്രയായിരുന്നു? 16 ഇയേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടി. പക്ഷെ വേണ്ടത് എന്താ? ഫർദർ ആഫ്റ്റർ 8 ഇയേഴ്സ്. അപ്പൊ 16 + 8 നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് എളുപ്പത്തിൽ ഏത് രീതി ചെയ്താലും മതി. പ്രസന്റേജ് ആദ്യം വെച്ചാൽ നമുക്ക് പ്രസന്റേജ് ആയിരിക്കും കിട്ടുന്നത്. അതിനേക്കാൾ എത്രയാണ് കൂട്ടേണ്ടത് കറക്റ്റായിട്ട് കൂട്ടുക. ആദ്യം ഒരു 8 കൂട്ടി, വീണ്ടും 8 കൂട്ടി, അങ്ങനെ കൂട്ടി ചെയ്യണം. ഇനി അതല്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ആഫ്റ്റർ 8 ഇയേഴ്സ് ഉള്ള റേഷ്യോ ആണ് ആദ്യം എഴുതുന്നെങ്കിൽ അതിനുശേഷം ഒരു 8 കൂടി കൂട്ടിയാൽ മതി. കാരണം ആ ഒരു കാലഘട്ടത്തിനേക്കാൾ ഒരു 8 വർഷം കൂടി അധികം വെച്ചാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പ്രസന്റേജ് ചെയ്തിട്ട് പ്ലസ് ഒരു 8 മാത്രം ചെയ്തിട്ട് ആൻസർ ഓപ്ഷൻ നോക്കരുത്. കാരണം എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇത് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാത്തതാണ്. കാരണം നമ്മൾ ആ ട്രഡീഷണൽ മെത്തേഡിൽ ഒരുപാട് തവണ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എളുപ്പവഴിയിൽ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്.